ഹായ് എവരി വൺ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാതെ മറച്ചു വയ്ക്കുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നോക്കി നോക്കാം കേട്ടോ, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ഒരു എനർജി പ്യൂരിഫിക്കേഷൻ ആയിട്ടുള്ള ബൈന്യൂറലാണ് കേട്ടോ. ഹീലിങ്ങിന് വളരെയധികം നല്ലതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ പേഴ്സണെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ഇനി അവർ നിങ്ങളുമായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷൻസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ നോ കോൺടാക്റ്റ് ഉള്ളവർക്കായിരിക്കും, ലെസ് കോൺടാക്റ്റ്, കുറവ് സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ ഒട്ടും കോൺടാക്റ്റ് ഇല്ല, സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണി, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണി മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ സംതിങ് ഫോർ യു, അവരിൽ നിന്ന് എന്തോ നിങ്ങൾക്കുള്ള മെസ്സേജസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ പേഴ്സണൊന്ന് മനസ്സിൽ വിചാരിച്ച് 3 times ഒരു പേര് പറയുക, സ്ലോലി പറയാ. ഓക്കെ, നമ്മളെ കാർഡ്സ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഞാനിതൊന്ന് നീക്കി വയ്ക്കട്ടെ. ഞാൻ മുന്നേ ഇതുപോലെ ഷോർട്സ് റിലേഷൻഷിപ്പ് ഹീലിംഗ് ഒരു 4 months മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളതൊക്കെ കേൾക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനൊക്കെ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കൂടാതെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് ആയിട്ട് നമുക്ക് കറൻറ്റ് ഫീലിങ്സ് കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, അത് ഞാനൊന്ന് ഷഫിൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അവർക്ക് നിങ്ങളോട് പറയാൻ മടിക്കുന്നതായിട്ടും അല്ലെങ്കിൽ പേടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തോ ആയിക്കോട്ടെ. കാരണം ഒരുപാട് പേരുടെ എനർജിയാണല്ലോ ഇതിലുള്ളത്. സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ടാരോ റീഡിങ് ചെയ്ത് നോക്കാം. ഓക്കെ, 2 cards വന്നിട്ടുണ്ട്. മേ ബി അവരുടെ സിറ്റുവേഷൻസും ആയിരിക്കാം കേട്ടോ. പേജ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്, 9 of swordsസും വന്നിട്ടുണ്ട്. Four of swords ആണ്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പെയിൻ അല്ലെങ്കിൽ വിഷമത്തിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നിങ്ങളോട് എന്തോ ഗുഡ് ന്യൂസുമായിട്ട് അവർക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് വാൻസ് ആണ്. ചലഞ്ചസ് ഉണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ ഇത്രയും 3 മലകൾ താണ്ടി വരണം. ആൻഡ് ഇവിടെ വെള്ളമില്ലാതെ ഡ്രൈ ലാൻഡിലാണ് കാണുന്നത്. മേ ബി ഇങ്ങനത്തെ ഒരു പ്ലേസിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഒരു ഗൾഫ് കൺട്രീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും മരുഭൂമിപരമായിട്ടുള്ള പ്ലേസ്, രാജസ്ഥാനോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസും ഒരു ആവാനുള്ള ചാൻസസ് കാണിക്കുന്നു. മരുഭൂമി പ്രദേശമായിട്ടുള്ള പ്ലേസാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെയും അവർക്ക് ഗ്രോത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സണെയാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, 5 of swords ആണ്. നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ട് പിരിഞ്ഞു പോയതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ക്യൂൻ ഓഫ് എനർജി തന്നെയാണ്. ക്യൂൻ ഓഫ് സോർഡ്സ് നിങ്ങളുടെ ഇടയിൽ ഒരു സ്ത്രീ എനർജിയാണ് മെയിനായിട്ട് തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ട് കൊണ്ടുപോയത്. അതാണ് മെയിനായിട്ട് അവർക്ക് അൺസെറ്റ് ആയിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് എന്തോ ഒരു ഇഷ്യൂസസ് ഉണ്ടായിട്ടുണ്ട്. മേ ബി ഇവരെ പാരൻസ് ആയിരിക്കാം കേട്ടോ. മദർ വൂൺസ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. യെസ്, വളരെ അൺഹാപ്പിയാണ് കറൻ്റ്ലി. ഏസ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് കപ്സ് കാണിക്കുന്നു, 10 of cups കാണിക്കുന്നു, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, എനിക്ക് എനർജി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊരു പറയുന്നത് ഇതിൽ അവർ വളരെ അൺഹാപ്പി ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ നിങ്ങളോട് മറച്ചു വെക്കുന്നതായിട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഫിനാൻഷ്യൽ ഭാഗത്തേക്ക് കുറച്ച് ഫോക്കസ് ചെയ്തു. അവരുടെ ലൈഫിൽ പെട്ടെന്ന് ഫിനാൻഷ്യൽ കാര്യങ്ങൾ തകർന്നു പോയി. ഫാമിലി ഭാഗത്തു നിന്നൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസസ് വന്നു. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്യണമെങ്കിൽ ഇവർ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോഴായിരിക്കണം നിങ്ങളെ ഒന്ന് മറന്ന് വേറെ ഇതിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഇഷ്ടത്തോടെയല്ല പോയത്, അൺഹാപ്പി ആയിട്ടാണ് അവർ പോയത്. ഒരു അൺഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ലൈറ്റ് ചെയ്യട്ടെ. ഓക്കെ, ലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തോ എൻ്റെ എനർജിയുടെ ആവശ്യം ഫീൽ ചെയ്തു. ഒന്ന് ക്ലെൻസ് ചെയ്യാനാണ്. കാരണം ഒരു വിഷമത്തിൻ്റെ എനർജിയാണ്, കൂടുതൽ ഡെസ്പറേറ്റ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് ക്ലെൻസ് ചെയ്തു ഞാൻ. ഓക്കെ, നിങ്ങളുടെ എനർജി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാണ് കേട്ടോ. നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ വിഷമത്തിൻ്റെ എനർജി ആയിരിക്കാം. ഒരുപാട് ഭാരങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കംപ്ലീറ്റ്ലി ഇലിമിനേറ്റ് ചെയ്യാൻ കുറേ പ്രാവശ്യം ഞാൻ പറയാറുണ്ട്.
ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഈ ഭൂമിയിൽ വന്നത് നിങ്ങളുടെ കർമ്മ ക്ലെൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അത് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഈഗോ ഇഷ്യൂസസ്, കുറച്ച് ഈഗോ ഒക്കെ ഉണ്ട്, പ്രൈഡ്, കുറച്ച് എനിക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തിനു താവണം, എനിക്കിപ്പോൾ വെളിയിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ കാലെ പിടിച്ചൊന്നും പോകാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ഒരു മൈൻഡ് അവർക്ക് ഉണ്ടായിരുന്നു, മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ക്യൂൻ എനർജി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിയർ പാരൻസ് സപ്പോർട്ട് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് സോഡ്സും ആണ് സപ്പോർട്ടിൽ ദേ ഗോട്ട് മാരീഡ് ഓർ ഇൻ എ റിലേഷൻഷിപ്പ്, എൻഗേജ്ഡ് ടു റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ കറണ്ട് എനർജി എന്താ കിട്ടിയത്? 10 ഓഫ് സോഡ്സ്, 9 ഓഫ് സോഡ്സ്, 4 ഓഫ് സോഡ്സും ആണ്. ഈ സോഡ് പറയുന്നത് എന്താണ്? എയർ സൈൻസ് ആണ്, ഓവർ തിങ്കിങ് ആണ്, കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ പോകുന്നില്ല, പെയിൻഫുൾ സിറ്റുവേഷൻസ് ആണ്, രാത്രി സമാധാനമായിട്ടുള്ള ഉറക്കം അതും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, അത് വേണ്ടേ അല്ലേ, അതില്ല. വിവിഡ് ഡ്രീംസ്, ഇവരിപ്പോൾ പൊട്ട സ്വപ്നം കണ്ട് എണീക്കുക. കാരണം ഇവരുള്ളിലത്തെ പാനിക് അല്ലെങ്കിൽ ആങ്സൈറ്റി, നല്ല രീതിയിൽ ഇവർക്ക് ആങ്സൈറ്റി ഇഷ്യൂസസ് ഉണ്ട്, പേടി, ഭയം, അവർക്ക് പാനിക് അറ്റാക്ക് പോലെയൊക്കെ വരുന്നുണ്ട്. കാരണം കുറ്റബോധം കൊണ്ടാണ് കേട്ടോ, കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പെയിനാണ്. കാരണം പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ട വളരെയധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ബട്ട് ദേ ഹെസിറ്റേറ്റഡ്, ദേ ഹാവിൻ ടേക്കൺ. ഏസ് ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്, അവർ എടുത്തൊന്നുമില്ല. കാരണം ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, മായാലോകത്തിലേക്ക് പോയി അവർ. യെസ്, ഇനി അവർക്കൊരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ അൺസഡ് ആയിട്ടുള്ള വേർഡ്സ് എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ പെയിൻ ആൻഡ് ഭയങ്കര ഇരുണ്ട യാത്ര എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു 3 കൊല്ലം കൊണ്ട് അനുഭവിച്ചത് ഒരു ദിവസം ഈ 3 കൊല്ലത്തിൻ്റെ പെയിൻ ഒരാൾ അനുഭവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? താങ്ങാൻ പറ്റാത്ത അതികഠിനമായിട്ടുള്ള വേദന യിലൂടെയാണ് പോകുന്നത്, കടിച്ചമർത്തി പോകുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത്. ഹെൽത്ത് കണ്ടീഷൻസ് വരുന്നുണ്ട് ഇവർക്ക്, തലവേദന അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണ് ഹെൽത്ത് ഡിസീസസ് മീൻസ് വരുന്നത്, ബ്ലെസ്സിങ്സ്, ഹെൽത്ത് ബ്ലെസ്സിങ്സ് നന്നായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവർക്ക്. കാരണം അത് മെയിനായിട്ട് ഫിസിക്കൽ ബോഡിയുടെ ഇഷ്യൂ അല്ല, മെൻ്റൽ ബോഡിയുടെ ഇഷ്യൂ ആണ്. അവരുടെ മെൻ്റലി അവരിങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള എനർജീസാണ് അവർക്ക് പിന്നെ ഫിസിക്കൽ ബോഡിയിലേക്ക് അത് ഷിഫ്റ്റായിട്ട് ബ്ലെസ്സിങ്സ്, ഹെൽത്ത് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നത്. ആൻഡ് അവർ ആഗ്രഹിച്ചു 10 ഓഫ് കപ്സ് എനർജി ആയിരുന്നു. ഇങ്ങനത്തെ ഒരു ഫാമിലി എൻജോയ് ആയിട്ടുള്ള ഒരു നർച്ചറിങ് ആയിട്ടും കെയറിങ്, മദർഹുഡ്, ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ അവർക്ക് കിട്ടിയത് അങ്ങനത്തെ ഒന്നുമല്ല. എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്തു കൊടുത്താലും മതിയാവാത്ത ഒരു പാരൻസ്, അവർ കൂടെ നിന്ന പാരൻസും അങ്ങനെ തന്നെയാണ്, ആൻഡ് റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണ്. ആൻഡ് ദേ ആർ വെരി അൺഹാപ്പി വിത്ത് ദിസ് കപ്സ്. അവർക്കുള്ള ഇപ്പോൾ കപ്പ്, എന്ത് കപ്പാണ് അവരുടെ കൂടെ ഉള്ളത്, അവർ വെരി അൺഹാപ്പിയാണ്. അവർക്ക് ഹാപ്പിനെസ് ഇല്ല, അവർക്ക് ഇതൊന്നും പോരാ. കാരണം അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കാൻ ചിന്തിക്കുന്ന ഏസ് ഓഫ് സോഡ്സ് കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സോഡ് എക്സ് ആൻഡ് ജെമിനി, ലീബ്ര, അക്യൂറിയസ്, എയർ സയൻസിനെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. ജൂപ്പിറ്റർ ട്രാൻസിഷൻ വന്നതുകൊണ്ടും ഒരുപാട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്, വിസ്ഡംസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അവർ പേജ് ഓഫ് കപ്സ്, നിങ്ങളുടെ അടുത്തേക്ക് ഒരു പേജ് ഓഫ് കപ്പ്, ഒരു കപ്പുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ഒരു ഫ്രണ്ടിലേക്ക് വരും, പിന്നെ അവർ തന്നെ ബാക്കിലേക്ക് ബാക്ക് ഔട്ട് ചെയ്യും. കാരണം അതെങ്ങനെ ഇനി പോകും, ഇനി ഇത് ശരിയാവുമോ, അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇനി എന്നെ റെസ്പെക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കുമോ, ഇല്ലേ പിന്നെയും ഇതിനേക്കാളും 10 ഓഫ് സോഡ്സിലേക്ക് എത്തുമോ എന്നൊക്കെയുള്ളൊരു പേടിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ അൺസെഡ് വേർഡ്സ് പറയുകയാണെങ്കിൽ അവർ നിങ്ങൾ നൈസായിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ട്, അത് അവർക്ക് റിയലൈസ്ഡ് ആകുന്നുണ്ട്. അവരിപ്പോൾ അതും എല്ലാം തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളത് എങ്ങനെയാണ്, നിങ്ങളവിടെ മൂവ് ഡൗൺ ആയോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവർ വളരെ അൺഹാപ്പിയാണ്. കറണ്ട് എനർജി നോക്കൂ, വളരെയധികം വിഷമത്തിലൂടെ അല്ലെങ്കിൽ കടിച്ചമർത്തി പോകുന്നൊരു പേഴ്സണെയാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ ഈ ക്യൂൻ പറയുന്ന ഫെമിനിൻ എനർജി, മേ ബി മദർ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഇവരുടെ ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ, വളരെയധികം ഡിസ്റ്റോർട്ടഡ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരതിനെ ഒരു ഡിസ്റ്റോർട്ടഡ് ആണെന്ന് മനസ്സിലാക്കി മാറാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ ഫീലിങ്സ് നോക്കാം. യെസ്, പ്രഗ്നൻസി കാർഡാണ് പറയുന്നത്. ഒരു നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം, ഒരു ബേബി എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ജീവൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഫെർട്ടൈൽ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി അവർക്ക് കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. കെമിസ്ട്രി, യെസ്, ഇത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കെമിസ്ട്രിയാണ് പറയുന്നത്. ഈ ഒരു കെമിസ്ട്രി അവർക്ക് എവിടുന്നും ആ ഒരു ഫിസിക്കൽ ഹാപ്പിനെസ് ഒന്നും എവിടുന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. യെസ്, കണ്ടോ, കറക്റ്റാണ് പറയുന്നത്. അവർ വളരെയധികം ക്രേവിങ് ഫോർ യുവർ സോൾ എന്ന് പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്നുണ്ട് എനർജി, ഫിസിക്കൽ എനർജീസ് ഒരുപാട് ക്രേവ് ചെയ്യുന്നുണ്ട്.
വാവ്, ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷനാണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് റെക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പേര് സ്റ്റാർ സീഡായിട്ടൊക്കെ വരുന്നവരുണ്ട് കേട്ടോ. ഞാൻ സ്റ്റാർ സീഡാണെന്ന് എനിക്കിങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ അത് കൺഫേംഡ് ആയിട്ടുണ്ട്. സ്റ്റാർ സീഡ് എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ആരും കമൻ്റ് ഒന്നും ചെയ്ത് കണ്ടില്ല. അതാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാറുള്ളത്. സ്റ്റാർ സീഡിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ അറിയണമെങ്കിൽ ഈ ഒരു ചാനലിന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. യെസ്, ന്യൂ ലവ്, ഒരു പുതിയ പ്രണയമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. എക്സ്പെക്റ്റ് എ മിറാക്കിൾ, സം മിറാക്കിൾ, ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് കാണുന്നു. കിഡ്സ്, എഗെയിൻ കിഡ്സ് ആണ് പറയുന്നത്. സോൾമേറ്റ്, നിങ്ങളൊരു ആത്മാവിൻ്റെ പാതിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എടുത്തു വയ്ക്കുന്നതൊന്നും അല്ല ഇടയിൽ നിന്ന് എടുക്കുന്നത്. ദിസ് കുഡ് ബി ദ വൺ, നിങ്ങളായിരിക്കാം ആ വൺ എന്ന് മനസ്സിലാക്കുന്നത്. ഫിയേഴ്സ്, ഞാൻ പറഞ്ഞത് ഒരു ആങ്സൈറ്റി ഇഷ്യൂസ്, ഫിയേഴ്സ്, പാനിക് അറ്റാക്സ്, ഇവരുടെ അബാൻഡ്മെൻറ്റ് ഇഷ്യൂസാണ്. ഇവരെ എന്നും റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണാണ്. അതുകൊണ്ടാണ് അവർക്കൊരു പേടി, സൊസൈറ്റി ആയിരിക്കാം പേടി, വീട്ടുകാർ എതിർക്കുക, അവരോട് എതിർത്ത് സംസാരിക്കാനുള്ള പേടി, അവരെ വേദനിപ്പിക്കാനുള്ള പേടി. ബിക്കോസ് ലാക്ക് ഓഫ് സെൽഫ് ലവ് ആണ്, സെൽഫ് ലവ് കുറവാണ്. അതൊരു ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടു ദ, നിങ്ങൾക്ക് മിററിങ് ആയതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഫിയേഴ്സ്, എല്ലാത്തിനും ഭയമുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ എന്തിനാണ് ഭയം വരുന്നത് എന്ന് റൂട്ട് കോസ്റ്റ് കണ്ടുപിടിച്ച് അതിനെ കംപ്ലീറ്റ്ലി മിറർ എക്സസൈസ് വഴി ക്ലിയർ ചെയ്യുക കേട്ടോ. ഓരോ വീഡിയോസും നിങ്ങളോട് നിങ്ങളുടെ ഷാഡോസിനെ ഹീൽ ചെയ്യാനാണ് പറയുന്നത്. അത് മാക്സിമം ചെയ്യുക കേട്ടോ. ലവ് ബിലീവ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ലവ് ബിലീവ്സ്, അവർ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അവർ കണ്ട പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസയും പണം ഉണ്ടെങ്കിൽ അതാണ് പ്രണയം. അല്ലാതെ ഒരാൾ മാത്രം മീൻസ് ഇപ്പോൾ വിമൻ ആണെങ്കിൽ അവർ ഹസ്ബൻഡിന് വേണ്ടി ജീവിക്കണം, അവരുടെ സ്വപ്നങ്ങളിൽ പോകരുത്, ഇതൊക്കെയാണ് അവർ കണ്ടുപഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റം വരുന്നു. ലവ് ബിലീവ്സ്, അവർക്ക് പ്രണയത്തിനോടുള്ള ആ ഒരു കാണുന്ന കാഴ്ചപ്പാട് പോലും കൊണ്ടിരിക്കുന്നു. അതല്ല അവർ കണ്ടുവച്ചതല്ല പ്രണയം, അവർ കണ്ടു വളർന്ന പ്രണയം അതല്ല, അത് പ്രണയമല്ല, അതൊരു ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്സ് ആണ് അവർ കണ്ടു വളർന്നത്. പക്ഷെ അവർ അതാണ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങളുടെ അടുത്തേക്കും പെരുമാറിയിട്ടുണ്ടായി, നിങ്ങളെ ഒരു ഭാഗത്ത് പിടിച്ചു വെക്കുക, ഫ്രീഡം തരുന്നില്ല, അതൊക്കെയാണ് ലവ് ബിലീവ്സ്. അവർക്ക് അവരുടെ ലവോടുള്ള ആ ഒരു ബിലീവ് സിസ്റ്റം മാറ്റുന്നുണ്ട്. പിന്നെ യൂണിയൻ കാർഡ് വന്നിട്ടുണ്ട്. യൂണിയൻ എനർജി നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. യൂണിയൻ, റീയൂണിയൻ, മേബി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളോട് റീയൂണിയൻ ആകുന്നുണ്ടായിരിക്കാം, പിന്നെ യൂണിയൻ നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, എക്സ്പെക്റ്റ് മിറാക്കിൾ എന്നൊരു കാർഡ് ഉണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. എപ്പോഴും ഒരു മിറാക്കിൾ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, എക്സ്പെക്റ്റ് ചെയ്തോളൂ. ലാസ്റ്റ് കാർഡും കൂടി എടുക്കുക. യെസ്, അൺകണ്ടീഷണൽ ലവ്, ഇവിടെ സെക്കൻഡ് ചാൻസസ് എന്നൊരു കാർഡും കൂടി വന്നിട്ടുണ്ട്. യെസ്, മേക്ക് എ ചോയ്സ്. ഈ ചോയ്സിൻ്റെ കാർഡാണ് നമുക്ക് ടാരോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഏസ് ഓഫ് സോഡ്സും വാൻസും ഒക്കെ. കാരണം അവരുടെ ചോയ്സാണ്. അവരൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തതിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ആക്ഷന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയാണ് ആക്ഷൻ എടുക്കേണ്ടത്, എവിടുന്ന് തുടങ്ങണം. കാരണം ഒരുപാട് നാളായിട്ട് നോ കോൺടാക്റ്റ് ഒക്കെ ആയതുകൊണ്ട് അവർ പഴയ കണക്ഷൻസൊക്കെ മെല്ലെ പോയിട്ടുണ്ടായിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ടായിരിക്കും, ഭയങ്കര ഈഗോസ്റ്റിക്കലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മാറി വരാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് പഴയതുപോലെ ആകണമെന്നും അല്ലെങ്കിൽ പുതിയ ലവ് ആയിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് കാണുന്ന മെസ്സേജസ്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഈസ് എനിവൺ നീഡ് എനി പേഴ്സണൽ റീഡിംഗ്, ഇതിൽ പേഴ്സണൽ റീഡിങ്സോ ടാരോ റീഡിങ്സോ വേണമെങ്കിൽ 777 ചാർജ് ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, പേരും ഡേറ്റ് ഓഫ് ബർത്തും വേണ്ടി വരും. നിങ്ങൾക്ക് റീഡിങ്സ് വേണമെന്നുള്ളവർ മാത്രം നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, കോൾസ് ഒന്നും ചെയ്യാതിരിക്കുക കേട്ടോ. റീഡിങ്സോ ഹീലിങ്സോ നമ്മൾ നന്നായിട്ട് ഹീലിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഹീലിങ്സ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഹാർട്ട് ചക്ര ആക്ടിവേഷൻ ഹീലിങ്സ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും കോഡ് കട്ടിങ്സ് ഒക്കെ വേണമെങ്കിൽ കോഡ് കട്ടിങ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് എന്തെങ്കിലുമൊക്കെ ബൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇന്നലെയും എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് പൈറൈറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട്, പൈറൈറ്റിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, കരിയർ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറാൻ പൈറൈറ്റ് ഹെൽപ്പ് ചെയ്യും. വെൽത്ത് ബ്രേസ്ലെറ്റ്സ് ആണ് അതൊക്കെ, സിട്രൈൻ ഒക്കെ വെൽത്ത് ബ്രേസ്ലെറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ക്രിസ്റ്റൽസ് വാങ്ങി വെക്കുന്നതോ ഇടുന്നതോ നിങ്ങൾക്ക് ഒരുപാട് ധനം വർദ്ധിക്കാനും കരിയർ റിലേറ്റഡ് ആയിട്ട് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വേണ്ടവർക്ക് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അടുത്തൊരു ഓർഡർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, കാരണം ഓരോ സ്റ്റോൺസിനും ഓരോ റേറ്റ് ആയിരിക്കും. കാരണം നല്ല ക്വാളിറ്റി ക്രിസ്റ്റൽസ് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു മോർ ദാൻ എ മന്ത് ഇയർ ആയിട്ട് ഞാൻ ഇവർ ഇൻ്റർനാഷണൽ ആയിട്ട് ഷിപ്പ് ചെയ്യുന്ന ക്രിസ്റ്റൽസിൻ്റെ ഒരു ജെമോളജിയുടെ ആളുകളാണ് മുംബൈയിലുള്ളത്. അപ്പോൾ അവരിൽ നിന്നാണ് ഞാൻ വാങ്ങാറ്. അപ്പോൾ അവർ നമുക്ക് ഏത് ഡിസയർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് വേണമെന്ന് പറഞ്ഞാൽ അവർ മേക്ക് ചെയ്ത് തരും.
അങ്ങനെ ഞാൻ ഒരു പേഴ്സൺ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി ബ്രേസ്ലെറ്റ് ഒക്കെ. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടതെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻസ്, ചില ക്രിസ്റ്റൽസ് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റാത്തതുണ്ട്, പറ്റുന്നത് അവർ ചെയ്ത് തരാറുണ്ട് കേട്ടോ. ആംഗ്ലറ്റ്സ് ആയിട്ടും ചെയിൻസ് ആയിട്ടും റിംഗ് ആയിട്ടും പെൻഡൻ്റ് ആയിട്ടും ഒക്കെ ഉണ്ട്. നമ്മുടെ സോഡിയാക് സൈഡിൻ്റെ പെൻഡൻസ് ആയിട്ടൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. എല്ലാം വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് നല്ല 3A ഗ്രേഡഡൊക്കെ ആയിട്ടുള്ള സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ കുറച്ചൊക്കെ എൻ്റെ വാട്സപ്പിൽ ബിസിനസ് പ്രൊഡക്ട്സിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. ഞാൻ ഇൻഡ്യൂട്ടീവ്ലിയാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വന്ന ടോപ്പിക്ക് ഇതായിരുന്നു, അതാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുപോലെ ടാരോ കോഴ്സ് 22 ടാരോ കോഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർ, ടാരോ പഠിക്കുന്ന ആഗ്രഹമുള്ളവർ, ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ജുപ്പിറ്റർ ട്രാൻസിറ്റ് ആണ്, പഠിക്കേണ്ട ടൈമാണ്, ഹീലിംഗ് ടൈമാണിപ്പോൾ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ ആത്മാവിന് ഒരുപാട് വെളിച്ചവും അതുപോലെ കർമ്മ ക്ലെൻസിങ്ങും ഒരുപാട് വിസ്ഡവും നോളജും കിട്ടാനും നിങ്ങൾക്കത് സോൾ പർപ്പസ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന വളരെയധികം ചാൻസസ് ആണ്. പക്ഷേ ഏസ് ഓഫ് വാൻസ് പോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ എടുക്കണം, ടേക്ക് ആക്ഷൻ എടുത്താൽ മാത്രമാണ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ജെന്യുവനായിട്ട് പഠിക്കണം എന്നുള്ളവർ മാത്രം വരെ, വെറുതെ ചുമ്മാ എന്തെന്നറിയാം അതിൽ വലിയ കാര്യമില്ല. പഠിക്കാൻ ആഗ്രഹമുള്ളവർ EMI ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കും. ചിലവരങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ EMI വഴിയായിട്ടും മീൻസ് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് കയറാവുന്ന, കാരണം നമ്മൾ പേയ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എനർജി എക്സ്ചേഞ്ച് ആണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു കർമ്മ ഹെൽത്ത് ബ്ലെസ്സിങ് ആയിട്ട് എനിക്കും വരും, അവർക്കും വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും മെല്ലെ നിങ്ങൾ ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഏറ്റവും അങ്ങനെ അതാണ് കർമ്മ, അല്ലെങ്കിൽ കർമ്മ വരും. ഈ കർമ്മ എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഡീപ്പറായിട്ട് വരുമ്പോൾ ഈ എനർജിയും കർമ്മേനെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. കർമ്മ അത്രയും നിൽക്കും. കുഞ്ഞേ രീതിയിൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരാളെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അതും എന്താണ് ആകാശ റെക്കോർഡ്സിലൊക്കെ പോയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് അറിയണം, ഫ്യൂച്ചർ ലൈഫ് അല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ട് എന്താണ് കറൻറ്റ് ആയിട്ടുള്ള കോഡ്സ് അല്ലെങ്കിൽ കർമ്മ എന്താണ്, ഇതൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ 11 ആണ് ചാർജ് ചെയ്യുന്നത്. ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു.